ഹായ് 2024 ഒക്ടോബർ മാസം അവസാനം റഷ്യയിലെ കസാനിൽ വെച്ച് നടന്ന 16ാമത്തെ ബ്രിക്സ് സമ്മിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഈ 16ാമത്തെ ബ്രിക്സ് സമ്മിറ്റ് റഷ്യയിലെ കസാനിൽ വെച്ച് നടന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കറിയാം, ബ്രിക്സ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ്. കൂടാതെ പുതിയ 4 മെമ്പേഴ്സ് കൂടി, എത്യോപ്യ, ഈജിപ്റ്റ്, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ കൂടി പങ്കെടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് കസാൻ ഡിക്ലറേഷനൊക്കെ ഇത് കൺക്ലൂഡ് ചെയ്തപ്പോൾ പുറത്തുവിട്ടു. അപ്പോൾ കസാൻ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന ഓർഗനൈസേഷൻ, ഈ പറയുന്ന ഗ്രൂപ്പിങ് പ്രധാനമായിട്ടും മുഖവിലേക്ക് എടുക്കാൻ പോകുന്ന, കോപ്പറേഷനിൽ വരാൻ പോകുന്ന കീ ഏരിയാസിനെ കുറിച്ചാണ് വിശദമായിട്ട് ഈ ഡിക്ലറേഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ബ്രിക്സ് സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ലോകം മുഴുവൻ ഉറ്റുനോക്കിയ വിഷയം മറ്റൊന്നായിരുന്നു. അത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഇവർ തമ്മിൽ കണ്ടുമുട്ടുമോ, ചർച്ച നടക്കുമോ എന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ ആകമാനം ശുഭകരമായിട്ടുള്ള വാർത്തകൾ പരത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ചൈനയുടെ പ്രസിഡന്റും കണ്ടുമുട്ടുകയും പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ബോർഡർ പട്രോളിംഗ് പുനഃസ്ഥാപിക്കുന്നതിനും ബോർഡറിൽ നിലവിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പുതിയ നീക്കങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയുന്നു. വളരെ നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ്, അതുകൊണ്ട് തന്നെ ഉക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്രൈസുകളൊക്കെ ചർച്ചയ്ക്ക് വിധേയമായി. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമായ ഒരു സംഗതിയായിരുന്നു ഈ ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. നമുക്കറിയാം, ഈ ഉക്രൈൻ റഷ്യ വാർ തുടങ്ങിയതിന് ശേഷം വെസ്റ്റേൺ കൺട്രീസും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും ചേർന്ന് സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നും റഷ്യയെ ബാൻ ചെയ്തു. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻസ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു മെസ്സേജിങ് സിസ്റ്റമാണ്. അതിൽ നിന്ന് റഷ്യയെ പുറത്താക്കി. അന്ന് തന്നെ റഷ്യ ഇതിന് ബദലായിട്ടുള്ള പല സംവിധാനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നിലവിൽ ബ്രിക്സ് പേ, അതുമായിട്ട് ബന്ധപ്പെട്ട് മെസ്സേജിങ് സിസ്റ്റമൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അതിന് ബദലായിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഡോളറിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ലോക വ്യവസ്ഥയിൽ നിന്നും മുന്നോട്ട് പോയി ലോക്കൽ കറൻസികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഇന്ത്യൻ രൂപ, റഷ്യൻ റൂബിൾ തുടങ്ങിയിട്ടുള്ള കറൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ലോക കച്ചവടം, ലോക സാമ്പത്തിക രംഗം മുമ്പോട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാലും വലിയ മാറ്റങ്ങൾ ഈ ബ്രിക്സ് സമ്മിറ്റ് മുമ്പോട്ട് കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് കണ്ടിൻജൻസി റിസർവ് അറേഞ്ച്മെന്റ്, CRA മുതലായിട്ടുള്ള കാര്യങ്ങൾ, അത് തുടരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ഇഷ്യൂസ് അനുഭവിക്കുന്ന രാജ്യങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ CRA എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ സാമ്പത്തിക രംഗവുമായിട്ട് ബന്ധപ്പെട്ടും ഡിഫൻസ് രംഗമായിട്ട് ബന്ധപ്പെട്ടും മാത്രമല്ല, പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യ മുമ്പോട്ട് വെച്ച ബിഗ് ക്യാറ്റ് അലയൻസ് എന്ന് പറയുന്ന വലിയൊരു സംവിധാനം ഈ ബ്രിക്സ് സമ്മിറ്റിൽ ഇപ്രാവശ്യം ഈ രാജ്യങ്ങൾ ഒത്തുകൂടി അംഗീകരിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നടന്ന 16ാമത്തെ ബ്രിക്സ് സമ്മിറ്റ്, 2024 നടന്ന കസാൻ സമ്മിറ്റ് ഈ ബ്രിക്സ് സമ്മിറ്റിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ നാഴികക്കല്ലാവാൻ പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കും അതിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന രാജ്യങ്ങൾക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ഒക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ലോക നിലവാരത്തിലുള്ള, ലോകത്തിൻ്റെ തന്നെ ക്രമത്തെ മാറ്റിമറിക്കുന്ന വലിയൊരു ശക്തിയുടെ ഉദയമായിട്ട് ഇത് തീരട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക്